ദൈവത്തിൻ്റെ സ്വന്തം നാടായ നമ്മൾ ഇന്ന് കേരളീയർ എത്തിപ്പെടാത്ത മേഖലകളില്ല. പക്ഷേ ഇതിനെയെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ഒരു വലിയ വിപത്ത് നമ്മെ കീഴടക്കിക്കൊണ്ടിരിക്കുന്നു. നാടിൻ്റെ നട്ടെല്ലാകേണ്ട വിദ്യാർത്ഥികൾ ലഹരിയുടെ കരാളഹസ്തങ്ങളിൽ അകപ്പെട്ട് ജീവിതം നശിപ്പിക്കുന്നു. ഇതാ ഞങ്ങൾ സാധനം അവതരിപ്പിക്കുന്നു. അരുതേ ലഹരി, അരുതേ ലഹരി, അരുതേ ലഹരി. എടാ എന്ത് ബോറാടാ, പഠിക്കുന്നതൊന്നും തലയിലോട്ട് കയറുന്നില്ല. ഈ ഒടുക്കത്തെ പഠിത്തം ഒന്ന് തീർന്ന് കിട്ടിയാ മതി. ശരിയാടാ വിനീത്, എനിക്കാണെങ്കിൽ മാത്സ് തലയിലോട്ട് കയറുന്നതേ ഇല്ല. എൻ്റെ കാര്യം പറയാതിരിക്കുന്നതാ ബുദ്ധി. എനിക്കിതൊന്നും തലയിൽ കയറുന്നുമില്ല. പക്ഷേ എൻ്റെ പേരൻസിനെ എന്നെ എഞ്ചിനീയർ ആക്കണം. നീ എഞ്ചിനീയർ ആണെങ്കിൽ ഞാൻ ഡോക്ടർ. അതാണ് എൻ്റെ ഡാഡിൻ്റെ ആഗ്രഹം. നമ്മുടെ ടീച്ചേഴ്സും പാരൻസും ഒക്കെ പറയുന്നത് കേട്ടില്ലേ, പഠിക്കുന്ന കാലമാണ് ജീവിതത്തിലെ ഏറ്റവും നല്ല കാലമെന്ന്. എൻ്റെ അമ്മോ, എന്താടാ നോക്കി നിൽക്കുന്നത്? ജീവിതമൊക്കെ മടുത്തോ? ശരിക്കും അത് കൊള്ളാം. നിനക്കൊക്കെ പഠിക്കാൻ മാത്രമല്ലേ അറിയൂ. എടാ, ജീവിതം ഇങ്ങനെ പഠിച്ച് തീർക്കാനുള്ളതല്ല. എൻജോയ് ചെയ്യണം, എൻജോയ്. അതിന് ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലല്ലോ. പണമൊക്കെ വരും, നീയൊക്കെ മനസ്സ് വെച്ചാ മതി. എങ്ങനെ? അതിനൊക്കെ വഴിയുണ്ട്. നിങ്ങൾക്ക് ഈ ടെൻഷനൊക്കെ മാറി നല്ല ഫ്രീ ബേർഡ്സായി പറക്കണോ? അതിനെ ഇതായതോർന്ന് അങ്ങോട്ട് പിടിപ്പിക്കും. ശരി, ഞങ്ങൾ പോകുന്നു. ഉപയോഗിച്ച് നോക്കിയിട്ട് പറ എങ്ങനെ ഉണ്ടെന്ന്. നാളെ ഞങ്ങളിവിടെ കാണും, വേണമെങ്കിൽ വന്നോളൂ. പക്ഷെ വെറുതെ കിട്ടില്ല കേട്ടോ, നല്ല വില തരേണ്ടി വരും. എടാ എന്തൊരു സുഖാടാ, ഭാരമെല്ലാം എങ്ങോ പോയതുപോലെ അപ്പൂപ്പൻ താടി പോലെ പറക്കാൻ തോന്നുന്നടാ. ശരിയാടാ, ഇനി ട്യൂഷനൊന്നും പോകണ്ട. പഠിച്ചിട്ടൊക്കെ എന്നാ കിട്ടാനാ. ശരിയാടാ, നമുക്ക് അടിച്ചു പൊളിക്കാം. నిస నిస గస నినిస నినిస గగస లా 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 వా 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 బా తరా రా 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 లా 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 లా. എടാ, ഇന്നാകെ പ്രശ്നമായല്ലോ. ഒരു വക ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. ഉറക്കം വന്നിട്ടിരിക്കാൻ വയ്യായിരുന്നു. ഞാൻ കണ്ടു നിങ്ങൾ രണ്ടുപേരും കിടന്നുറങ്ങുന്നത്. ഒരു കല്യാണത്തിന് പോയെന്ന് പറഞ്ഞതുകൊണ്ട് നീയൊക്കെ ഇപ്പൊ ടീച്ചറിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. അടുത്ത പ്രാവശ്യം പിടിവീഴാതെ നോക്കിക്കോ. അതൊക്കെ പോട്ടെ, ഇന്നലത്തെ സ്ഥലത്തെത്തണ്ടേ? കാശിന് ഇനിയിപ്പോൾ എന്തു ചെയ്യും? ഒന്നും ചെയ്യാനില്ല. ഞാൻ അമ്മയുടെ അലമാരയിൽ ഇരുന്ന 3000 രൂപ നൈസായിട്ട് ഇങ്ങ് അടിച്ചു മാറ്റി. നാളെ നിങ്ങൾ കൊണ്ടുവരണം കേട്ടോ. എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. ആഹാ, മിടുക്കന്മാർ വന്നല്ലോ. ഇന്നലെ എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ. മനസ്സിന് എന്തൊരു സുഖമായിരുന്നു. ഒരു ടെൻഷനുമില്ല. ക്ലാസ്സിൽ നല്ല ഉറക്കമായിരുന്നു. അതാ ഞങ്ങൾ പറഞ്ഞത്, ഇതൊക്കെ ഇതിലും നേരത്തെ അറിയേണ്ടതായിരുന്നു. ചേട്ടാ, അതെ, ഞങ്ങളൊരു 3000 രൂപ കൊണ്ടുവന്നിട്ടുണ്ട്. 3000 രൂപയോ? അതുകൊണ്ടൊന്നും ആവില്ല. ആ, സാരമില്ല, ആദ്യമായിട്ടല്ലേ, ഉള്ളത് തരാം. അത് പേടിക്കണ്ട, ആരെ കൊന്നിട്ടായാലും നാളെ ഞങ്ങൾ നിങ്ങൾ പറഞ്ഞ പണം കൊണ്ടുവരും. അപ്പോൾ സ്വർണവും പണവും മോഷ്ടിച്ചിട്ട് നിങ്ങൾ എത്ര ദിവസം പണം കൊണ്ടുവരും? ഏറിയാൽ 1 മാസം. അതിനകം നിങ്ങൾ പിടിക്കപ്പെടും. ഓ, അത് ശരിയാ. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അതിനൊക്കെ മാർഗമുണ്ട്. നിങ്ങൾക്ക് ഐഫോണും ബൈക്കും ഒക്കെ വേണോ? ഞങ്ങൾ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യണം.
നാളെ ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ നിങ്ങളുടെ ബാഗിൽ വെച്ച് തരും. അത് നിങ്ങളുടെ ഏറ്റവും അടുപ്പമുള്ള കൂട്ടുകാർക്ക് കൊടുക്കണം. ഇത് വളരെ രഹസ്യമായിരിക്കണം. ഒരു കാരണവശാലും ടീച്ചേഴ്സോ പേരൻസോ അറിയരുത്. ഇല്ല, ഒരിക്കലുമില്ല. അപ്പോ നാളെ ഞങ്ങൾ പൈസ കൊണ്ടുവരണ്ടല്ലോ അല്ലേ? വീട്ടിൽ ചെറിയ സംശയങ്ങളൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട്, അതുകൊണ്ടാ. പറ്റുന്നിടത്തോളം കൊണ്ടുപോരെ. ശരി, അപ്പോൾ നാളെ കാണാം. എടാ, നമുക്ക് സിനിമയിൽ അഭിനയിച്ചാലോ? ശരിയാടാ, എൻ്റെ ജീവിത അഭിലാഷമാണത്. ഓ, എന്തൊരു രസമായിരിക്കും. ഹലോ, മിസ്റ്റർ ബാബു അല്ലേ? അതെ. ഞാൻ സാമിന്റെ ക്ലാസ് ടീച്ചറാണ്. സാം ഈയിടെ ക്ലാസ്സിലൊന്നും ശ്രദ്ധിക്കുന്നില്ല, ഹോംവർക്ക് ഒന്നും ചെയ്യാറില്ല. സാമിന്റെ അമ്മ എവിടെയുണ്ടോ? ഒന്ന് ഫോൺ കൊടുക്കാൻ പറ്റുമോ? ഇവിടെ ഉണ്ടല്ലോ, ഞാൻ കൊടുക്കാം. ഹലോ, ഞാൻ സാമിന്റെ ടീച്ചറാണേ. സാം ഈ അടുത്ത കാലത്ത് വീട്ടിലെങ്ങനെയാ? ഞാൻ ടീച്ചറിനെ കാണാൻ വരാനിരിക്കുമായിരുന്നു. ഈയിടെ അവന് ഭയങ്കര ദേഷ്യമാണ്. രാവിലെ എഴുന്നേൽക്കാനും മടിയാ. ഇപ്പോൾ ട്യൂഷന് പോയേക്കുവാ. ട്യൂഷൻ ക്ലാസ്സിലും പല ദിവസം കയറുന്നില്ല എന്ന് ടീച്ചർ പറഞ്ഞു. മാത്രമല്ല ടീച്ചറെ, അവൻ പണം മോഷ്ടിക്കാനും തുടങ്ങി. അയ്യോ, വല്ല കെണിയിലും ചെന്ന് പെട്ടോ? അപ്പോൾ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും മോൻ വരുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കും. ശരി ടീച്ചറെ. എടാ, അവിടെ നിൽക്ക്. നിനക്ക് എന്താ പറ്റിയത്? ഓ, എനിക്കെന്ത് പറ്റാൻ? പഠിച്ച് പഠിച്ച് ഞാൻ മടുത്തു. മോനെ, നിന്റെ ബാഗ് എങ്ങത്താ? പിന്നെ തൊട്ടു പോകരുത്. അമ്മയ്ക്ക് എന്തിനാ എന്റെ ബാഗ്? അതെന്താടാ? അമ്മയല്ലേ എന്നും നിന്റെ ബാഗ് മേടിച്ചു വെച്ചിരുന്നത്? അതൊക്കെ പണ്ട്. ഞാനിപ്പോ കുഞ്ഞു വാവയൊന്നുമല്ല. ഇത് എവിടുന്നാടാ ഈ മൊബൈൽ? പപ്പയ്ക്ക് ഇപ്പൊ എന്താ വേണ്ടേ? ഇതെന്റെ ഒരു കൂട്ടുകാരനെയാ. അവൻ എന്റെ കയ്യിൽ സൂക്ഷിക്കാൻ തന്നതാ. അതിങ്ങ് താ. നിനക്ക് എന്നെ മോനെ പറ്റിയത്? താലേ, നിങ്ങളുടെ കള്ള കണ്ണീരൊന്നും എനിക്ക് കാണണ്ട. മര്യാദയ്ക്ക് ആ ഫോണിൽ കൊടുത്താ. ആ ആ മയക്കുമരുന്ന് കൈവശം വച്ചതിനും ഉപയോഗിച്ചതിനും ഏതാനും വിദ്യാർത്ഥികൾ പോലീസ് പിടിയിലായി. അവരെ ലഹരി വിമോചന കേന്ദ്രത്തിൽ അയക്കാൻ കോടതി നിർദ്ദേശിച്ചു.
பாதி மிருகம் பாதி கலந்து செய்த கலவை நான். வெளியே மிருகம் உள்ளே கடவுள், விளங்க முடியா கவிதை நான். மிருகம் கொன்று கடவுள் வளர்க்க பார்க்கின்றேன். ஆனால் கடவுள் கொன்று உணவாய் தின்று மிருகம் மட்டும் வளர்கிறதே. நந்தகுமாரா, நாளை மிருகம் கொல்வாயா? மிருகம் தின்ற எச்சம் கொண்டு மீண்டும் கடவுள் செய்வாயா? குரங்கில் இருந்து மனிதன் என்றால் மனிதன் இரையாய் கணிப்பானா? மிருக ஜாதியில் பிறந்த மனிதா, தேவஜோதையில் கலப்பாயா? നരമ്പ് വലിഞ്ഞു മുഴുകണ്, പേശികളാകെ ഉരുണ്ട് കയറണ്. ചങ്കിനകത്ത് താളമടിക്കണ്, തക്കിട്ട മേളമടിക്കണ്. കയ്യും കാലും വിറവിറയ്ക്കണ്, പെട്ടപ്പെട്ടയ്ക്കണ്, തുടിക്കണ്. പെരുത്ത് കയറാണ്, വെളിച്ചപ്പാട് പോലെ ഉറങ്ങത്തുള്ളടാ. ഈ നഗരത്തിന് ഇതെന്തു പറ്റി? മയക്കുമരുന്നിന്റെ ഉപയോഗം ക്രമാതീതമായി കൂടി വരുന്നു. എന്താ ആരുമൊന്നും പറയാത്തത്? മിണ്ടാതെ സഹിക്കുന്നത് എന്തിനാ? സഹിക്കാവുന്നതിനും അപ്പുറമാണിത്. ലഹരി വസ്തുക്കൾ ഉപയോഗിക്കരുത്, ഉപയോഗിക്കാൻ അനുവദിക്കരുത്. നാളെയുടെ സ്വപ്നങ്ങൾ നെഞ്ചേറ്റി അണയുന്ന യുവതയുടെ മുതുകേറി അണയുന്നു മരണം. ഇരുളിന്റെ വഴികളിൽ സന്ധ്യയിൽ പുലരിയിൽ ചാവിന്റെ മണവുമായി അണയുന്നു മരണം. പുതുമണ്ണിൻ തായ്വേരിൽ തളിരിടും ചെഞ്ചോര ചിതറിത്തെറിപ്പിക്കും മരണം. വചനത്തിൽ ഗാനത്തിൽ മൗനത്തിലും നിറഞ്ഞുലയും ചിലമ്പുമായി മരണം. വചനത്തിൽ ഗാനത്തിൽ മൗനത്തിലും നിറഞ്ഞുലയും ചിലമ്പുമായി മരണം. ആകാശവാണി തൃശൂർ, തിരുവനന്തപുരം, ആലപ്പുഴ. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്രീരേഖ. സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ച വാർത്ത കേട്ടുകൊണ്ടാണ് ഇന്ന് തൃശൂർ നഗരം ഉണർന്നത്. മയക്കുമരുന്നിനടിമപ്പെട്ട വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ തർക്കത്തിൽ ഒരു വിദ്യാർത്ഥി കൊല്ലപ്പെട്ടു. ഹൈസ്കൂൾ വിദ്യാർത്ഥികളായ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു.
തുടർന്ന് പോലീസ് നടത്തിയ തിരച്ചിലിൽ നഗരത്തിൽ വൻ കഞ്ചാവ് വേട്ട. വിദ്യാർത്ഥികളടക്കം നിരവധി പേർ അറസ്റ്റിൽ. മദ്യവും മയക്കുമരുന്നും ഉപയോഗിക്കുന്ന കൗമാരക്കാരുടെ എണ്ണത്തിൽ ക്രമാതീതമായ വർധനയാണ് ഉണ്ടായിരിക്കുന്നത് എന്നും സമൂഹം ഈ വിപത്തിനെതിരെ ജാഗരൂകരായിരിക്കേണ്ടത് അനിവാര്യമാണ് എന്നും സിറ്റി പോലീസ് കമ്മീഷണർ അറിയിക്കുന്നു. സമൂഹത്തെ തന്നെ കാർന്നു തിന്നുന്ന മഹാവിപത്തായി ഇന്ന് മദ്യവും മയക്കുമരുന്നും ഉൾപ്പെടുന്ന ലഹരി മാറിക്കഴിഞ്ഞിരിക്കുന്നു. തിരിച്ചറിവ് നഷ്ടപ്പെട്ട് ആളെ കൊല്ലുന്ന ലഹരി നമുക്കിനി വേണ്ട. ലഹരി മുക്ത സമൂഹത്തിനായി നമുക്ക് കൈകോർക്കാം. കണ്ട കണ്ട മനത്ത് കണ്ട ചക്കി പരുന്ന് പറക്കണത് വെള്ളി മാമല മേലെ പറക്കണ ചക്കി പരുവിന്റെ തേരോട്ടം. കണ്ട കണ്ട മനത്ത് കണ്ട ചക്കി പരുന്ന് പറക്കണത് വെള്ളി മാമല മേലെ പറക്കണ ചക്കി പരുവിന്റെ തേരോട്ടം. നാലു പടം പടത്ത് വെള്ളം വെള്ളത്തിലെന്താ കളിക്കണത് തെളി വെള്ളത്തിലോടി കളിക്കണ വെള്ളിപ്പറയിന്റെ തേരോട്ടം. നാലു പടം പടത്ത് വെള്ളം വെള്ളത്തിലെന്താ കളിക്കണത് തെളി വെള്ളത്തിലോടി കളിക്കണ വെള്ളിപ്പറയിന്റെ തേരോട്ടം. കണ്ട കണ്ട മനത്ത് കണ്ട ചക്കിപ്പരുത്ത് പറക്കണത് വെള്ളി മാമല മേലെ പറക്കണ ചക്കിപ്പരുന്തിന്റെ തേരോട്ടം. ചെവി വെട്ടി പറ്റി കിടക്കണ കണ്ണൻ വരാല് പറയണല്ലോ എന്തിനാടാ വെള്ളിപ്പറലെ വെള്ളത്തിന്മേലെ കളിക്കണത്. ചെവി വെട്ടി പറ്റി കിടക്കണ കണ്ണൻ വരാല് പറയണല്ലോ എന്തിനാടാ വെള്ളിപ്പറലെ വെള്ളത്തിന്മേലെ കളിക്കണത്. കണ്ട കണ്ട മനത്ത് കണ്ട ചക്കിപ്പരുന്ത് പറക്കണത് വെള്ളി മാമല മേലെ പറക്കണ ചക്കിപ്പരുന്തിന്റെ തേരോട്ടം. മേലെ പറക്കണ ചക്കിപ്പരുന്തിന്റെ കണ്ണ് ചല ചലത്തി പോട്ട് വെള്ളത്തിലോടി കളിക്കണ മീനിന്റെ കണ്ണ് ചല ചലമി പോട്ട്. മേലെ പറക്കണ ചക്കിപ്പരുന്തിന്റെ കണ്ണ് ചല ചലത്തി പോട്ട് വെള്ളത്തിലോടി കളിക്കണ മീനിന്റെ കണ്ണ് ചല ചലമി പോട്ട്. കണ്ട കണ്ട മനത്ത് കണ്ട ചക്കിപ്പരുന്ത് പറക്കണത് വെള്ളി മാമല മേലെ പറക്കണ ചക്കിപ്പരുന്തിന്റെ തേരോട്ടം. ചുണ്ട് പിള്ളേരൊഴിഞ്ഞ കൊളുത്തുമ്മി ചാടി കളിക്കേണ്ടട പരലേ കായം വെച്ച് വറുത്തിട്ട് തെരിച്ചോറിന്റെ കൂടെ പിടി പിടിക്കും. ചുണ്ട് പിള്ളേരൊഴിഞ്ഞ കൊളുത്തുമ്മി ചാടി കളിക്കേണ്ടട പരലേ കായം വെച്ച് വറുത്തിട്ട് തെരിച്ചോറിന്റെ കൂടെ പിടി പിടിക്കും. കണ്ട കണ്ട മനത്ത് കണ്ട ചക്കിപ്പരുന്ത് പറക്കണത് വെള്ളി മാമല മേലെ പറക്കണ ചക്കിപ്പരുന്തിന്റെ തേരോട്ടം. ചുണ്ട കണ്ടാല് കുത്താനെടുക്കുന്ന കണ്ണൻ വരാറില്ല കണ്ണാന് വെള്ളം വെട്ടും വെള്ളത്തിലോടും വെള്ളത്തിന്മേലെ പറ പറക്കും. ചുണ്ട കണ്ടാല് കുത്താനെടുക്കുന്ന കണ്ണൻ വരാറില്ല കണ്ണാന് വെള്ളം വെട്ടും വെള്ളത്തിലോടും വെള്ളത്തിന്മേലെ പറ പറക്കും. കണ്ട കണ്ട മനത്ത് കണ്ട ചക്കിപ്പരുന്ത് പറക്കണത് വെള്ളി മാമല മേലെ പറക്കണ ചക്കിപ്പരുന്തിന്റെ തേരോട്ടം. ഇപ്പ് പറഞ്ഞിട്ട് പടത്ത് വെള്ളത്തിലോടി കളിക്കണ പരല് താണു വന്നിട്ട് റാഞ്ചി പറന്നപ്പോ ചക്കിപ്പരുന്തിന്റെ കാൽമേല്. ഇപ്പ് പറഞ്ഞിട്ട് പടത്ത് വെള്ളത്തിലോടി കളിക്കണ പരല് താണു വന്നിട്ട് റാഞ്ചി പറന്നപ്പോ ചക്കിപ്പരുന്തിന്റെ കാൽമേല്. കണ്ട കണ്ട മനത്ത് കണ്ട ചക്കിപ്പരുന്ത് പറക്കണത് വെള്ളി മാമല മേലെ പറക്കണ ചക്കിപ്പരുന്തിന്റെ തേരോട്ടം. കണ്ട കണ്ട മനത്ത് കണ്ട ചക്കിപ്പരുന്ത് പറക്കണത് വെള്ളി മാമല മേലെ പറക്കണ ചക്കിപ്പരുന്തിന്റെ തേരോട്ടം. കണ്ട കണ്ട മനത്ത് കണ്ട ചക്കിപ്പരുന്ത് പറക്കണത് വെള്ളി മാമല മേലെ പറക്കണ ചക്കിപ്പരുന്തിന്റെ തേരോട്ടം.